ഹായ്. അപ്പം നമുക്കിന്നൊരു RFC കഥ കാണാം. കുറച്ചധികം കാലമായി നമ്മളൊരു RFC കഴിച്ചിട്ട് അങ്ങനെ എനിക്കാണെങ്കിൽ വല്ലതും വൈകിട്ടായപ്പോൾ കഴിച്ചോളാൻ വയ്യ. അങ്ങനെ ഞാൻ അമ്മയെ സോപ്പിട്ട് നമുക്കൊരു RFC ഓർഡർ ചെയ്താലോ അമ്മേ എന്നും പറഞ്ഞ് ഞാൻ അമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ചൊരു RFC ഓർഡർ ചെയ്ത് നമ്മൾ വാങ്ങി. 6 പീസ് ചിക്കനായിരുന്നു, ഒരു 3 പീസ് ബന്നും, കുറച്ച് മയോണൈസും കെച്ചപ്പും, പിന്നെ ഒരു മിറൻഡ വേണ്ടാന്ന് പറഞ്ഞതാണ്, അവർ തന്നു വിട്ടതാണേ. അങ്ങനെ കുറച്ച് കാലമായി ഈ സംഭവമൊക്കെ കണ്ടിട്ട് അതിൻ്റെ വെപ്രാളമായി റിച്ചു. അതിനകത്ത് എന്തുവാന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചതാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പിടിവലിയായിരുന്നു. അങ്ങനെ അത് ഞാൻ കാണിച്ചു കൊടുക്കും. അതിനകത്ത് 3 ബന്നും ഒരു 6 പീസ് ചിക്കനും ആയിരുന്നു. അപ്പോൾ ബന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബന്ന് പിടിക്കുമായിരുന്നു. നഴ്സറി കഴിഞ്ഞ് വന്നിട്ട് ആൾ കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു വാ നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു വിധം പറഞ്ഞ് മനസ്സിലാക്കി വാ നമുക്ക് കുളിക്കാം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചാണ് ഞാൻ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഇത് പാത്രത്തിലോട്ടൊക്കെ മാറ്റി അവർക്കുള്ള പീസൊക്കെ ഓരോരുത്തർക്കുള്ള പീസും ബന്നും ഒക്കെ ആക്കി മാറ്റി വെച്ചു. റിച്ചു എടുത്തുകൊണ്ട് പോയി എനിക്ക് കഴിച്ചോളാൻ വയ്യെന്നും പറഞ്ഞു. ഇത് സാലഡാണ്, ഇത് അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ RFC നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടുകൊണ്ട് റിച്ചു തിരിച്ച് വന്നതാണ്, എനിക്കും അത് വേണം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തു. ഈ കാണുന്ന വെപ്രാളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കൊണ്ടുപോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഫുള്ള് ഇപ്പോൾ അത്രയും കഴിച്ച് തീർത്തിട്ട് പാത്രം കൊണ്ടുപോയിരിക്കുന്നത് വെറുതെയാണ്. ചുമ്മാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ള് കഴിക്കും. ആ ബന്നിൽ നിന്നൊക്കെ ഒരു കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ ചിക്കനും അതുപോലെ തന്നെ ആ മുരിഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം ഇങ്ങനെ കടിച്ച് തിന്നും, ബാക്കി അവിടെ വെച്ചിട്ട് പോകും. പക്ഷേ അത് നമുക്ക് പിന്നെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ വന്ന് ചോദിക്കും അമ്മേ എൻ്റെ ആ വെച്ചിട്ട് പോയ ചിക്കൻ എവിടെ എന്ന്. അതുകൊണ്ട് അതേപോലെ അടച്ച് വെക്കാനേ പറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ നഴ്സറി പോയേ പിന്നെ ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് കഴിച്ച് ശീലമായാണ്ട് ഇപ്പം ഇവിടെ ഫുഡ് കൊടുക്കുമ്പോഴും ആൾ ഇങ്ങനെ വന്നാണ് ഇരിക്കാറ്. അപ്പോൾ ഇതിൽ കെച്ചപ്പ് എവിടെ എന്നുള്ള വിളിയാണ്. ഈ കെച്ചപ്പ് വെറുതെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിരിക്കുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അമ്മ കെച്ചപ്പുമായിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.